ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെനസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റവയും പഴം വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് 4 മണി സമയത്ത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് ആവശ്യമുള്ള പഴം വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാനിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു 2 നേന്ത്രപ്പഴമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ സ്നാക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നെയ്യിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഒന്നുകൂടെ ഹെൽത്തി ആയിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളത് നമ്മൾ നെയ്യ് വെച്ചിട്ട് ഇതേ രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ്. പഴം നമ്മൾ എണ്ണയിലിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരുന്ന സമയം വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതേ രീതിയിലൊക്കെ സ്നാക്ക് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഹെൽത്തി ആയിട്ടും അതുപോലെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിലും ആയിരിക്കും. നമ്മൾ നേന്ത്രപ്പഴമൊക്കെ അങ്ങനെ അവർക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാൻ വളരെ മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. പഴമൊക്കെ ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് നിറയെ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും അതുവരെ കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 2-3 ടീസ്പൂണോളം പഞ്ചസാര പൊടിച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയുടെ കൂടെ ഒരു 2-3 ഏലക്കായ കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്നാക്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുത്താൽ മതി, ഓപ്ഷനിലാണ്. അതുപോലെ നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. പഞ്ചസാരയൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് മെൽറ്റായിട്ട് വരണം. പഴവും പഞ്ചസാരയും തേങ്ങയൊക്കെ നല്ല പോലെ മിക്സായി വന്നതിന് ശേഷം ഇതുപോലെ ഒരു തവി വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ സ്നാക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കണം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത നോർമൽ റവയാണ് ചേർത്ത് കൊടുത്തത്. കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തില്ല. ഈ പഴത്തിൻ്റെ നനവ് തന്നെ റവ ഒക്കെ നല്ല പോലെ തന്നെ കുക്കായി വരും. അതിന് വേണ്ടി നമ്മൾ പഴമൊക്കെ നല്ല പോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ പഴമൊക്കെ ഒന്ന് വഴന്ന് വരുന്ന അത്രയും സമയം മതി. ഇപ്പോൾ ഇതാ പഴം റവയൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല പോലെ തന്നെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ചുകൂടെ പരന്നിട്ടുള്ള പാത്രത്തിലൊക്കെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴത്തിൻ്റെ റവയുടെയൊക്കെ മിക്സ് വളരെ പെട്ടെന്ന് തന്നെ ചൂടാറി വരും. ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചൂടാറി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് നല്ല പോലെ തന്നെ കൈ വെച്ച് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. കൈ വെച്ച് ഇങ്ങനെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ബോൾസ് ആയിട്ടോ കട്ട്ലേറ്റിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ റോളായിട്ടോ ഒക്കെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഏകദേശം ഒരു റോൾ ടൈപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളെപ്പോഴും സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് ഏത് രീതി വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ബ്രെഡ് ക്രംസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഏകദേശം ഇതേ രീതിയിൽ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. റൗണ്ടിലാണെന്നുണ്ടെങ്കിലും കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഒന്ന് ഷേപ്പാക്കി എടുക്കണം. ഇപ്പോൾ ഇതാ ഞാനിവിടെ മുഴുവനായിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. റവയും പഴമൊക്കെ വെച്ച് നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണിത്. മുഴുവനായിട്ട് ഇതേ രീതി ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും റവയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ.
ഇത് റവൊക്കെ വെച്ചുണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെ എണ്ണ ഒന്നും ഒട്ടും കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് അകന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ പഴം റവയും വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. കൂടുതൽ സമയത്തിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡിയാക്കി കൊടുക്കാം. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്.